എടാ മറ്റേ എടാ ലഞ്ച് ഉണ്ടിട്ടാ കൊച്ചെ ഞാൻ ധൈര്യം വന്നിട്ട് നിന്റെ നടുവിൽ വയ്യടാ. അപ്പോഴും രാത്രി ഉറങ്ങിക്കൂടായോ? എന്നെ നോക്കാൻ എന്നെ സ്കൂൾ അടച്ചുകൂടെ കൊണ്ട് നിർത്തിയത്. നടൻ പിടിച്ച് വൈദ്യ കയറ്റല്ലേടാ കൊച്ചനെ. അല്ല പൂവ അപ്പൂപ്പനെ സ്കൂൾ അടക്കിയപ്പോ ഇതൊന്നും കൊണ്ട് നിർത്തത്തില്ലായിരുന്നു. അതിനപ്പോ സ്കൂളിൽ പോയിട്ടില്ലല്ലോ. അതിന് അടക്കമുണ്ടായിട്ട് വേണ്ട കൊച്ചനെ അടയ്ക്കാൻ. ഞാനൊക്കെയാണ് മാവിന്റെയും പ്ലാവിന്റെയും ചവിട്ടി ഇരുന്ന് പഠിച്ചതാ. അതിനൊപ്പം പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ പഠിച്ചങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് എന്റെ പാതി പഠിത്തം കൊണ്ട് എന്റെ അച്ഛൻ അങ്ങ് പോടാ. അപ്പൂപ്പന്റെ പഠിത്തം കൊണ്ട് അപ്പൂപ്പന്റെ അച്ഛൻ എന്തോ ചെയ്യാന്? പാതി അക്ഷരം എഴുതി വെച്ച എന്റെ മണ്ണും മാരി കൊണ്ട് എന്റെ അച്ഛൻ കപ്പലിന്റെ കച്ചവടത്തിന് പോയതാണ്. കച്ചവടം വിചാരിച്ചോ? കച്ചവടം വന്നിട്ട് പ്രശ്നം എന്റെ പഠിത്തം വലിയ. പിന്നെ അപ്പൂപ്പൻ പഠിച്ചില്ലേ? അപ്പൂപ്പോ അച്ഛൻ മണ്ണും കൊണ്ട് പോയപ്പോഴത്തേക്ക് അമ്മ എനിക്ക് ഓല തന്നതാ. പിന്നെ ഓലക്കകത്തായിരുന്നു എന്റെ ഏറ്റവും വായനയില്ല. മണ്ണ് പോയത് പോയി, ഓലയെ പിടിച്ച് എത്ര കൊല്ലം കേറി. ഇച്ചിരി പോലെ ഒന്നും പോയില്ലടാ. അന്ന് ഈ കറണ്ടും വെട്ടമൊന്നും ഇല്ലായിരുന്നു. മൊത്തം മണ്ണാളത്തിന്റെ പരിപാടിയായിരുന്നു. വിളക്കെല്ലാം തട്ടി ഓല കത്തി അന്നത്തോടെ നിർത്തി. അവിടെ വേറെ ഒന്നുമില്ലായിരുന്നു. എന്റെ ഓല മാത്രമായിരുന്നു പോട്ടാൻ വെക്കാൻ. ഇത് വീടിന്റെ ഓല മൊത്തം കത്തി അന്നത്തോടെ നിർത്തി. വെരി ബാഡ് സ്റ്റോറി. ഇതെന്തോടെ കൊച്ചിന് എന്റെ ചെവിയിലിരിക്കുന്നത് വണ്ടോ? ഇതെന്തോടെ? അത് എയർപോർട്ടാ. ഈ അപ്പൂപ്പനൊന്നും ഒന്നും ഒരു അപ്ഡേഷൻ പോലും ആയിട്ടില്ല. നിനക്കിപ്പോ എത്ര വയസ്സാടോ കൊച്ചനെ? 20. 20 20 അല്ല 20 വയസ്സായിരുന്നു. എന്റെ ഈ പ്രായത്തിലേക്ക് 4 പിള്ളേരും 5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. എന്റെ തന്തയൊന്നും മുട്ടയിലാണ് ഞനക്കുന്നത് ഇവിടെ. എന്റെ അച്ഛനല്ലായിരുന്നു ഏറ്റവും മൂത്തത്. പിന്നെ അങ്ങനെ മുട്ടയിൽ ഇടയുന്നത്? മൂപ്പ് കൂടി മുട്ടയിലല്ലേ പിടിച്ചതാ. വെരി ഡേഞ്ചറസ് മാൻ. സുരേന്ദ്രൻ അണ്ണ സുമ്മാ വാ.